നമ്മൾ 5ാമത്തെ സ്റ്റാപ്പിലേക്ക് കയറി. ഇനി ഇന്നത്തെ താമസ സ്ഥലമായ പനാർ ബുഗിയാലിലേക്കുള്ള യാത്രയാണ്. 3 മണിക്കൂർ അല്ല 3 കിലോമീറ്റർ, 3 മണിക്കൂറല്ല 3 കിലോമീറ്ററിൻ്റെ ഒരു ട്രക്കിംഗ് ആണ് ഇനി നടക്കാൻ പോകുന്നത്. ഹൈറ്റിലേക്ക് പോവാണ്. ഒരു വലിയൊരു പ്രത്യേകത ഞാൻ പറയാം. ഇനി ഇത്രയും നേരം കയറിയ പോലുള്ള ഒരു അന്തരീക്ഷമോ സംഗതിയുമല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പം തന്നെ അന്തരീക്ഷത്തിൽ നല്ല മാറ്റമുണ്ട്. മുകളിലേക്ക് കയറും തോറും പ്രാണവായുവിൻ്റെ കുറവ് നന്നായിട്ട് ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. ഇപ്പം വലിയ പ്രശ്നമില്ല. ഇവിടുന്ന് എൻ്റെ ഒരു പ്രതീക്ഷ ഒരു 3-3, ഇപ്പം സമയം 1:15, ഒരു 3-3:30, 4 മണിക്കുള്ളിൽ പനാർ ബുഗിയാലിൽ നമ്മൾ എത്തിച്ചേ. ഇതാണ് പ്രതീക്ഷ. കാലാവസ്ഥ കുറച്ച് മെച്ചപ്പെട്ട് വരുന്നുണ്ട്. മഴ ഏത് സമയവും വരാവുന്നതാണ്, പെയ്യാവുന്നതാണ്. നേരത്തെ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും ആ ഭയപ്പെടുത്തൽ തുടരുകയാണ്. नहीं पहले निकल लेंगे पहले निकल जाएंगे ऐसे. ആ മുകളിൽ കോട്ട പോലെ നിൽക്കുന്ന ഹൈറ്റം കയറിയാലേ നമുക്ക് അവിടെ എത്താൻ പറ്റും. ദേ പറഞ്ഞു കയറിപ്പോയ ആൾക്കാരൊക്കെ താഴേക്ക് ഇറങ്ങി വരുന്നു. ഇറങ്ങാനൊക്കെ ഉഷാറാ. കയറ്റം പറയാണ്ടിരിക്കണ അത്. കാലാവസ്ഥ വീണ്ടും ചേഞ്ചായി വരുന്നു. മഴയ്ക്കുള്ള എല്ലാ സാധ്യതയും നമ്മളെ മുട്ടി പണിയും. കോടയിൽ മുങ്ങിക്കാണ്. ഒന്നും കാടില്ല. കാലാവസ്ഥ മാറി വരുന്നു. ഇത്ര നല്ല സിറ്റുവേഷനിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത്. മഴ വന്നാൽ റെയിൻകോട്ടൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മഴ നനഞ്ഞാൽ ഷിവറിങ് ചിലപ്പം ഉണ്ടാവും. പിന്നെ മസിൽ വേദന, മസിൽ ഇളകൽ, ഇതൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒരു 10-20 അടി നടന്നു കഴിഞ്ഞാൽ നിൽക്കുന്ന അവസ്ഥയാണ്. കാണുന്ന കാഴ്ചയിൽ വലിയ കയറ്റൊന്നും ഇല്ലെങ്കിലും കാലാവസ്ഥയിൽ വന്ന ചേഞ്ചും ഉയരത്തിലേക്ക് പോകുന്നതിൻ്റെ ആ പ്രയാസം. 10 किलोमीटर क्यों बना रहा है 10 किलोमीटर कहाँ से चार तो होता കയറ്. പോട്ടെ പോട്ടെ. പഞ്ചകേദാരങ്ങളില്ലേ, എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. രുദ്രനാഥാണ് ഏറ്റവും കട്ടി കൂടിയ പ്രയാസമേറിയ സാധാരണ ട്രക്കുകൾ. ഈ കേദാർ ബെൽറ്റിൽ പഞ്ചകേദാരത്തിൽ രുദ്രനാഥാണ്. രണ്ടാമത്തത് മദ്മഹേശ്വറായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ കേദാർനാഥാണ്. അത് കഴിഞ്ഞാലേ തുംഗനാഥ് വരത്തുള്ളൂ. തുംഗനാഥ് ഏറ്റവും ഉയരത്തിലുള്ള ശിവക്ഷേത്രമാണെങ്കിലും പ്രയാസം ഏറ്റവും കൂടുതൽ രുദ്രനാഥ് തന്നെയാണ്. എന്താ പറഞ്ഞേ? നടക്കാൻ വയ്യാണ്.
പറയാച്ചാല് പറഞ്ഞോ. ആ ഭയങ്കര ഇല്ലാന്ന്, പക്ഷെ കേരള കുറച്ച് പാടാണല്ലേ? ആദ്യത്തെ അവസ്ഥയല്ല, ഒരു പ്രയാസമില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കോ, നമ്മള് ഉഷാറായിട്ട് അവിടെ എത്തും. മൂപ്പര് പറയാ ഈ പോയിന്റാണ് കയറേണ്ടതെന്ന് പറഞ്ഞപ്പോഴേ അതോന്നു. അതെ അതെ. വേറെ രീതിയിൽ മറ്റേ 5 ദിവസം ഇങ്ങോട്ട് കയറി പറഞ്ഞു. നമ്മളെ 2 വയസ്സായ ആൾക്കാർ വരുമ്പോഴേക്ക് അവർ താഴെ സാഗറിനൂരിൽ 5 ദിവസമായി. എത്ര ദിവസം അവരെടുത്തത്? 5 ദിവസോ? വയസ്സുള്ളവരല്ലേ? നമ്മള് ഈ പനാർ ബുഗിയാലിന് ഇടയിൽ ഒരു ചെറിയൊരു ഇടത്താവളവും കൂടെ ഉണ്ട്. ആ ഇടത്താവളത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ സമയത്തിനായി 2 മണി. നമ്മൾ 1.25 3/4 മണിക്കൂറാണ് നെക്സ്റ്റ് പോയിന്റിലേക്ക് എത്തുന്നത്. അതിമനോഹരമായിട്ടുള്ള ഇപ്പം ഇത് എനിക്ക് തോന്നുന്നത് രുദ്രനാഥിലെ വാലി ഓഫ് ഫ്ലവേഴ്സ് ആണ്. നിറയെ പൂക്കളാണ്, വ്യത്യസ്ത തരത്തിലുള്ള പൂക്കള് നിറഞ്ഞു നിൽക്കുന്നു. എവിടെ നോക്കിയാലും ആ പൂക്കളാണ്. ഇനി കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാൽ പൂവുകൾ ധാരാളമായിട്ട് കാണാൻ പറ്റും. ഇവിടെ രാവിലെ നമ്മൾ ഇതുവഴി ഇറങ്ങുന്ന സമയത്ത് അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയുണ്ട്. ആ കാഴ്ച സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഈ ഫ്ലവേഴ്സിൽ തട്ടിയിട്ടുണ്ടാവുന്നൊരു വർണ്ണപ്രപഞ്ചമുണ്ട്, അതാണ് കാണേണ്ടത്. നമസ്തേ. ഈ ഡാവയുടെ നടത്തിപ്പുകാരനായിരിക്കും. എൻ്റെ ഫാദറിൻലോ അദ്ദേഹത്തിന് ചെറിയ കാലിന് വേദന അനുഭവപ്പെട്ടിട്ട് അവിടെ ഇരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് മുന്നേ
ഞാൻ ചെറിയ പ്രയാസം അനുഭവിച്ചിരുന്നു. ചെറിയൊരു പ്രഷർ വ്യത്യാസം വന്നു, ബാലൻസിങ്ങിന് ചെറിയ പ്രശ്നം വന്നു. അത് നമ്മുടെ പ്രാണവായുവിൻ്റെ ഒരു കുറവ് വന്നപ്പോൾ ഉണ്ടായതാവാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാലാവസ്ഥ മൊത്തമായിട്ട് മാറി. നമ്മൾ വളരെ പതുക്കനെ വളരെ പതിയാണ് ഇപ്പോൾ കയറി പോകുന്നത്. നല്ല സമയമെടുത്തു. നമ്മൾ 1:15 പുറപ്പെട്ടാണ്. ഇപ്പം സമയത്ത് വിലാസേ 2:45. ഇതുവരെയായിട്ടും 3 കിലോമീറ്ററിൻ്റെ ഇനിയും നമുക്ക് 40% ബാക്കിയാണ്. നിന്ന് ഉയരങ്ങളിലേക്ക്, രുദ്രനാഥൻ്റെ കവാടങ്ങളിലേക്ക്, പനാർ ബുഗിയാലിൻ്റെ സൗന്ദര്യത്തിലേക്ക് ഞങ്ങൾ നടക്കുകയാണ്. ഇപ്പം വർത്തമാനം പറയുമ്പോൾ അടക്കം ചെറിയ ഇടച്ചിലുണ്ട്. പ്രാണവായുവിൻ്റെ പ്രശ്നമാവാം. ഈശ്വര, ആ കോട്ട കെട്ടിയ കോട്ട, ആ പർവ്വതം ഇല്ലേ, അതിൻ്റെ മുകളിലെ സൈഡിലൂടെയാണ് നമ്മൾ കയറി പോകേണ്ടത്. മുകളിൽ കാണുന്ന വലിയ പർവ്വതമില്ലേ, ആ പർവ്വതമാണ് നമുക്ക് കടക്കേണ്ടത്. പർവ്വതത്തിൻ്റെ മുകൾ തലപ്പ് കാണാനുണ്ടല്ലോ. അപ്പോൾ മുകളിലേക്കാണ്, താഴെ അതാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ചുറ്റി 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 കയറിയിട്ടും സംഗതി എവിടെ എത്തുന്നില്ല. ഇതാണ് സ്ഥിതി. എന്താണ് അതിൻ്റെ അല്ലേ കാഴ്ച? കാലാവസ്ഥ വീണ്ടും മാറി മാറി വരണം. കയറിയാലും തീരാത്ത കയറ്റം. എത്ര നടന്നാലും ഇവിടെ ഇതിൻ്റെ താഴെ എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. 2 പേര് മന്ദം കയറി വരുന്നുണ്ട്. ശ്രീജിത്തും കുട്ടനുമാണ് വരുന്നത്. രുദ്രനാഥിലേക്കുള്ള ആദ്യത്തെ ദിവസത്തെ താമസ സ്ഥലം പനാർ ബുഗിയാൽ. ആ പനാർ ബുഗിയാലിലെ അതിസുന്ദരമായ കാഴ്ചകൾക്ക് വേണ്ടി ഞങ്ങൾ കയറി പോവുകയാണ്. കോട്ട പോലെ കിടക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു പലതവണ, അത്രയും ഇങ്ങനെ ഉയർത്തി നിൽക്കുന്ന ആ പർവ്വതരാജനെയാണ് ഞങ്ങളിങ്ങനെ വളഞ്ഞു പൊളഞ്ഞ് മറികടക്കുന്നത്. വഴി ചെറിയ ഉരുളങ്കല്ലുകളാണ് നിറയെ. കാലിൻ്റെ അടി ഭയങ്കര വേദനയാണ്. രാവിലെ 6 മണിക്ക് ആരംഭിച്ച മലകയറ്റമാണ്. സമയം 3 മണി കഴിഞ്ഞു. ഇപ്പോഴും എവിടെ എത്തിയിട്ടില്ല. ഇതാണ് സ്ഥിതി. എത്തുമ്പോഴും നമ്മൾ വിചാരിക്കും ദേ എത്തിപ്പോയി എന്ന്. പട്ടിയെ പോലെ കതുക്കുക. അയ്യപ്പാ. ഇവിടെ പ്രകൃതി തന്ന വെള്ളാട്ടോ പിടിച്ചത്. വെള്ളമൊക്കെ കഴിഞ്ഞ് ഇവിടെ ഒരു ഉറവജലം ഉണ്ടായിരുന്നു. എല്ലാവരും കയ്യിലെ വെള്ളവും കഴിഞ്ഞു. ഐസ് വാട്ടർ മോളിൽ നിന്നേ മഞ്ഞുമലയിൽ നിന്ന് വരുന്നാവും. എന്താ സുഖം. നിറച്ചൊന്നും കൂടെ പിടിച്ചോ, വെള്ളമില്ലല്ലോ കേട്ടോ. എല്ലാ വെള്ളവും കഴിഞ്ഞാണ് മലമുകളിൽ നിന്ന് നമുക്കായി ഒരുക്കിയ ജലപ്രവാഹം. അത് മുക്കിയെടുക്കുകയാണ് വെള്ളം. സൈഡിലെടുത്ത്
ഓരോ സ്റ്റെപ്പ് വെച്ച് അവിടെ നിൽക്കുക എന്നുള്ളതാണ് സ്ഥിതി. തീരെ വലിയുന്നില്ല. ഇപ്പൊ സമയത്തിലായി 3:30 മണിയായി. 1:15 ലാസ്റ്റ് സ്ട്രാപ്പ് നമ്മൾ കയറി. പിന്നെ ഇവിടെ നിന്ന് വളഞ്ഞ് അങ്ങോട്ടേക്ക് മുകളിലേക്കാണ് അദ്ദേഹം കയറി പോയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ആ ഭാഗം തന്നെയാണ്. ഇപ്പൊ ഒന്നും കാണാനില്ല, കാഴ്ചയെ നന്നായിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് മുകളിലേക്കുള്ളത്. ശരിക്ക് നല്ല റിസ്ക്കാണ്. തീരെ മുന്നിലുള്ളവരെ നമുക്ക് കാണാൻ കഴിയാത്ത സ്ഥിതിയിൽ ഉണ്ട് കയറ്റം. ഇപ്പം നമ്മളിങ്ങനെ കൂടുതൽ ഇരുത്തത്തിന് സമയം ഒരുപാട് പോകുന്നുണ്ട്. ഇപ്പോൾ മുകളിലേക്ക് നല്ല പ്രയാസപ്പെട്ടാണ് കയറുന്നത്. ഒരു 4 അടി നടന്നാൽ നിൽക്കുന്ന സ്ഥിതിയുണ്ട്. ഒന്നും കാണാനില്ല. ചുറ്റും കാണാം. എന്തെങ്കിലും കാണാനുണ്ടോ നോക്കൂ. തൊട്ടടുത്തുള്ള ആളെ മാത്രമാണ് കാണുന്നത്. മുകളിലേക്കുള്ള പരപ്പ് അപകടകരമായ രൂപത്തിൽ കാഴ്ചയെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വളരെ അപകടകരമായ രൂപത്തിലേക്ക് കയറാണ്. നമുക്ക് ഈശ്വരാനുഗ്രഹം വേണം മുകളിലേക്ക് എത്തിച്ചേരാം. ഒരു പൊട്ടുപോലെയാണ് എൻ്റെ സഹയാത്രികരെ കാണാൻ കഴിയുന്നത്. നമ്മുടെ വഴി തീരെ മങ്ങിയ അവസ്ഥയിലാണ്. എന്താ നിങ്ങളുടെ പ്രശ്നം? പറയും, എന്താ നിങ്ങളുടെ പ്രശ്നം? കിലോമീറ്റർ ഓ എന്റെ ദൈവമേ, എന്റെ ജീവിതം ഓട്ടൊന്നും എടുക്കണ്ടല്ലേ? കുട്ടന് വയ്യ. ആവുന്നില്ല. വിശപ്പ് മറ്റൊരു ഒരു സൈഡ്. ആകെ ആശ്വാസം. അവലാണ്. നല്ല അവല് കുഴച്ചിട്ട് കൊണ്ടുവന്നിന്. കുറച്ച് ഒരു അവലും കുറച്ച് ബിസ്ക്കറ്റ് നിന്ന് അതെ കുറച്ച് 5. എന്നാലും കുറച്ച് പുള്ളിന് കുറവാ. 2 കഴിഞ്ഞു. മതി മാഷേ. കിളവരൊക്കെ ചിരിക്കുക. ഒരുത്തനും പ്രാണസങ്കടം ആവുക. ആറിന്റെ മുഖത്തേക്ക് അതിലും ഞാനും എത്തിക്കഴിഞ്ഞു. അതിമനോഹരമായ പനാർ ബുഗിയാൽ. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. വലിയ സൗകര്യങ്ങളൊന്നുമില്ല. ബാക്കി കാര്യങ്ങളൊന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഷൂട്ട് ചെയ്ത് കാണിക്കാം.